ഗോൾസ് അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ടീമുണ്ട്. ഇപ്പോൾ അതെ. ബാഴ്സയെ കുറിച്ച് പറയണം നമുക്ക്. അപ്പോൾ അണ്ടർ ഫ്ലിക്ക് എനിക്ക് തോന്നുന്നു ബാഴ്സ ഗോൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3+ ഗോൾസ് മിക്കവാറും, അല്ലെങ്കിൽ 2+ ഗോൾസ് മിക്ക അതെ, അതെ, അതെ. മത്സരങ്ങളിലും മിക്ക മത്സരങ്ങളും. അവർ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൈ ലൈൻ ഡിഫൻസ് ആദ്യം ഭയങ്കര അതെ, പ്രശ്നമാണെന്ന് അതെ, പറഞ്ഞു. അതെ. പിന്നെ അത് വെച്ചിട്ടല്ലേ ഞങ്ങൾ കളിച്ചോളാം എന്ന് പറഞ്ഞ് അതെ, ഫ്ലിക്ക് അതെ. അതുപയോഗിച്ച് തന്നെ ഇപ്പോൾ ബിഗ് ടീംസിനെ അതെ, അതെ, അതെ. അടിച്ചൊതുക്കുന്നത് നമ്മൾ അതെ, അതെ. കാണുന്നുണ്ട്. അപ്പോൾ ബാഴ്സയുടെ ഒരു ഈ സീസണിലെ പെർഫോമൻസ് ആകെ ഈ ആ ചെൽസിയുമായിട്ടുള്ള മാച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായ മാച്ച് 18 മാച്ചുകളിൽ 18 ആകെ മാച്ച്. അതെ. ഒരു മത്സരത്തിലാണ് അവർ ആ. അതെ. തോറ്റത്. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി ഫ്ലിക്ക് എന്താണ് ആ ബാഴ്സയ്ക്ക് ഇപ്പോൾ ഇൻജെക്റ്റ് ചെയ്തത് കൊണ്ടുവന്നിരിക്കുന്നത്? ആ. എന്നുള്ളത്. ഇപ്പൊ നമ്മള് റയലിനെ പറ്റി പറഞ്ഞു. ആ ഒരു ഫ്രണ്ട് ത്രീന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പൊ ബാഴ്സയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫെറാൻ ടോറസ് ആണെങ്കിലും, റാഷ്ഫോർഡ് ആണെങ്കിലും, ലമീൻ യമാൽ ആണെങ്കിലും, ആ ഒരു രീതിയിൽ ഇപ്പോൾ ഓൾമോ ആണെങ്കിലും ആ ഒരു അവരുടെ ഫ്രണ്ട് ത്രീ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അവര് ആ രീതിയിൽ ഇപ്പോൾ ഒരാൾ ഗോൾ സ്കോർ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ലമീൻ യമാൽ എല്ലാ മത്സരങ്ങളിലും ഗോൾ സ്കോർ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു 10 ഗോളോ കാര്യങ്ങളാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും പുള്ളി ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലുള്ള ഇപ്പോൾ അസിസ്റ്റ് ആണെങ്കിൽ പോലും ടോട്ടലി ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് ആണ്. ഇപ്പോൾ ഫെറാൻ ടോറസ് ആണെങ്കിലും, അതേപോലെ റാഷ്ഫോർഡ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അതേപോലെ റാഫീഞ്ഞയുടെ ഈ ഇടയായിട്ടുള്ള എല്ലാ പെർഫോമൻസും ഇപ്പോൾ ബിഗ് മാച്ചസിലാണെങ്കിൽ പോലും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേയേഴ്സ് നേരത്തെ ഗോൾസ് സ്പ്രെഡാണ്. അതെ, അതെ. സ്പ്രെഡാണ്. ആ ഒരു വൈഡ് ആയിട്ടാണെങ്കിലും നല്ല രീതിയിൽ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് പ്ലേയേഴ്സിന്റെ ആ ഒരു കണക്ഷന് കാര്യങ്ങൾ, പിന്നെ ഫ്ലിക്ക് അതിൽ ഇൻജെക്റ്റ് ചെയ്ത കാര്യം, ഇപ്പോൾ ഒക്കെ യങ് പ്ലേയേഴ്സാണ്. പക്ഷേ ആ ഒരു പ്ലേയേഴ്സ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ മെസ്സി, സാവി, ഇനിയസ്റ്റ അല്ലെങ്കിൽ ഈ തുടങ്ങിയ ബിഗ് നെയിംസ് ഒക്കെ പോയതിനു ശേഷവും ഇത്രയും ചെറിയ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഈ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് ആ പുള്ളിക്ക് ഫിനാൻഷ്യൽ അതെ, അതെ. പ്രശ്നങ്ങളൊക്കെ ഫിനാൻഷ്യൽ ബോർഡിനാണെങ്കിൽ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുറേ സൈനിങ്സിന്റെ ഇപ്പോൾ അൽവാരസിന്റെ കേസ് പറയുന്നുണ്ട്. ഇപ്പോൾ ബാഴ്സക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ പുള്ളി അവിടെ ഹാപ്പി അല്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പോലും അത് ഫ്ലിക്കിന് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, അതും യങ് പ്ലേയേഴ്സിനെ വെച്ചിട്ട്. ഇപ്പോൾ ലാമാസിയ പ്രൊഡക്റ്റിനെ വെച്ചിട്ടാണെങ്കിൽ പോലും പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമല്ല. അതേപോലെ ലമീൻ യമാലിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിലും ഈ ഒരു ബിഗ്ഗസ്റ്റ് ഏജിൽ എങ്ങനെയാണ് ഒരു 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 ഇത്രയും ചെറിയൊരു മെച്യൂർഡ് അല്ലാത്ത, അല്ലെങ്കിൽ അത് പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ആ ഒരു മെച്യൂരിറ്റി കാണിക്കാത്ത ഒരു പ്ലെയർ ഓൺ ദ ഫീൽഡിലേക്ക് വരുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ ഒത്തിണക്കത്തോടു കൂടി കളിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഫ്ലിക്കിന്റെ ആ ഒരു മാനേജിങ് പവർ തന്നെയാണ്. അപ്പോൾ ബോർഡിനും കൂടി അത് ബാക്കപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരെ ഒരു എന്താ പറയുക, നല്ലൊരു ഫോഴ്സ് ആയിട്ട് ആ ഒരു ടീമിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ ഇപ്പോൾ വാലണ്ടിയോർ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലമീൻ യമാൽ ഇപ്പോൾ ലാസ്റ്റ് വാലണ്ടിയോറിൽ സെക്കൻഡ് ആ രീതിയിലായി പോയെങ്കിലും ഒരു 20 വയസ്സ് 21 വയസ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു വാലണ്ടിയോർ നേടാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ്. അപ്പോൾ പുള്ളി ആ രീതിയിലേക്ക് മാറ്റിയതും ഫ്ലിക്കിൻ്റെ അണ്ടറിലുള്ള ആ ഒരു യമാൽ എന്ന് പറയുന്നത് മോസ്റ്റ് കംപ്ലീറ്റഡ് പ്ലെയറാണ്. നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഇപ്പോൾ വിങ്ങിലാണെങ്കിലും അല്ലാതെ ഇനി ഡ്രിബ്ലിംഗ് ആണെങ്കിലും എല്ലാ ഏരിയയിലും പുള്ളി കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊമെന്റം കീപ്പ് ചെയ്തിട്ട് അവർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലമീൻ യമാലിനും ഒരു ബാലൻഡിയോർ നേടാനുള്ള ചാൻസും കൂടി അതിലുണ്ട്. ഇപ്പോൾ ഈ ബാലൻഡിയോറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻഡിയോറിൽ ഏറ്റവും നമുക്കൊരു അൺഡിസേർവിംഗ് ആണെന്ന് തോന്നിയ ഒരു പൊസിഷൻ റഫീനിയുടെ പൊസിഷനാണ്. റഫീഞ്ഞയുടെ അപ്പോൾ പൊസിഷൻ. അതെ, റഫീനിയ അതായത് ബിഗ് മാച്ചസിൽ ഈ പറഞ്ഞ പോലെ അത്ലറ്റിക്കോന്റെ കൂടെയുള്ള മാച്ചിൽ അതെ, ഐ തിങ്ക് ആദ്യം ഒരു ഗോളിന് പിന്നിൽ പോയി. പിന്നെ ആ ഒരു സമനില ഗോൾ കണ്ടെത്തുന്നത് റഫീനിയാണ്. അതെ, അതെ. അതേപോലെ റയലിനെതിരെയുള്ള ഈ ഫൈനലിൽ 2 2 ഗോളുകളാണ് ഗോൾ. അതെ, സ്കോർ അതെ, അതെ. ചെയ്യുന്നത്. അപ്പോൾ എൽ ക്ലാസിക്കോയിൽ ആദ്യത്തെ എൽ അതെ, അതെ. ക്ലാസിക്കോയിൽ പിന്നെ റഫീനിയ ഇല്ലാത്തതാണ് ആ കാരണം ഒരു അതെ, അതെ. തോൽവിക്ക് കാരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് മാച്ച് പെർഫോമൻസിൽ അല്ലെങ്കിൽ ആസ് എ ക്യാപ്റ്റൻ അതെ, റഫീനിയയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. അതെ, അതെ. അപ്പോൾ നമുക്ക് ഈ ബാലൻഡിയോറിന്റെ കാര്യം പറയുമ്പോൾ പിആർ ആണ്, യമാൽ അതെ, അതെ, പിആർ അതെ, ആണ്, അതെ, അതെ. മറ്റേതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ 2 പ്ലേയേഴ്സിനെ എങ്ങനെയാണ് കാണുന്നത്? റഫീനിയ എങ്ങനെയാണ്? അതുപോലെ യമാൽ എങ്ങനെയാണ് അതെ, 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 അതെ. പെർഫോമൻസ്? അതില് റഫീഞ്ഞയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ബിഗ് ഗെയിംസിൽ, അതായത് പിന്നെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു ക്യാമ്പയിനിൽ പുള്ളിക്ക് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്നു. പുള്ളി ആ രീതിയിൽ സ്കോർ ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റ് സീസണിലാണെങ്കിൽ പോലും പുള്ളി ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ എന്തുകൊണ്ടോ അത് കിട്ടുന്നില്ല. അത് കാരണം പുള്ളിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ഡിസേർവിംഗ് ആണ്. ഇനിയിപ്പോൾ ഈ സീസണിലാണെങ്കിൽ ഇപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്ന ഒരു വർഷമാണ്. അപ്പോൾ ബ്രസീൽ സ്ക്വാഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൻചെലോട്ടിക്ക് ആണെങ്കിലും ബിഗ് സ്റ്റേജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ പുള്ളി ചെയ്യുന്ന വർക്കിനുള്ള ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം അത്രയും നല്ല രീതിയിലാണ് പുള്ളി ഡൊമിനേറ്റ് ചെയ്യുന്നത്. അതും ലീഡ്സിന്ന് വന്നൊരു പ്ലെയർ. പുള്ളിയുടെ ഒരു പ്ലെയറിന്റെ ജേർണി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ടൈമിൽ അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു അല്ല, പ്ലെയർ ഡയറക്റ്റ്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സീസൺ തൊട്ട് മുമ്പ് നിക്കോ വില്യംസ് വരും എന്ന് അതെ, പറഞ്ഞിട്ട് അതെ, അതെ. ആ നമ്പർ 11 ജേഴ്സിയിൽ അവര് അതെ, നിക്കോ വില്യംസ് അടിച്ചിട്ട്, അപ്പോൾ അതെ.
ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഈ വരുന്നത് ഒരു സ്റ്റേജിലേക്ക് പുള്ളിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് എന്നുള്ള ഇപ്പോൾ പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ ലീഡ്സിലാണെങ്കിലും പുള്ളിയുടെ ഒരു പ്ലേ മേക്കിംഗ് എബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ പുള്ളി പെർഫോം ചെയ്യും എന്നുള്ളത് ഇപ്പോൾ ബാഴ്സ ഫാൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വന്ന സമയത്ത് ആരും ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഒരു ട്രൂ ലീഡർ എന്നുള്ള രീതിയിലേക്ക് പുള്ളിയുടെ ഒരു ബ്രസീലിയൻ DNA അതെന്താണെന്നുള്ളത് പുള്ളി കാണിച്ചു. ഇപ്പോൾ ഈ ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ ബാലൻഡിയോർ നോമിനേഷനിൽ വരുന്നു. ഇപ്പോൾ ബാലൻഡിയോർ കോണ്ടൻഡറായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളിക്ക് ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ഗ്ലോബൽ അറ്റൻഷനോ അല്ലെങ്കിൽ ഇപ്പോൾ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ബാക്കപ്പോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പോൾ ലമീൻ യമാലിനും എംബാപ്പയ്ക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കാര്യങ്ങളൊന്നും പുള്ളിക്ക് കിട്ടുന്നില്ല എന്നാണ് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ സീസണിലത്തെ പെർഫോമൻസ് ആണെങ്കിൽ ഇപ്പോൾ UCLൽ പുള്ളി നല്ല രീതിയിൽ ബാഴ്സലോണ മൂവ് ഓൺ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പുള്ളി ഒരു ഫൈനലോ അല്ലെങ്കിൽ കപ്പടിക്കുക ലാ ലീഗയിലും ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ ലമീൻ യമാലിനും എംബാപ്പയ്ക്കും ഒപ്പം തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു പടി മുകളിൽ ചിലപ്പോൾ റഫീഞ്ഞയുടെ ഇനി ബാക്കി പെർഫോമൻസും കൂടി നോക്കുകയാണെങ്കിൽ ബാലൻഡിയോർ വിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യം അതെ പറഞ്ഞു. ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യം പറയുമ്പോൾ റയലിന് നമ്മൾ കണ്ടു. ഹോസെ മൗറിനിന്റെ ഒരു തിരിച്ചുവരവാണ് ഇപ്പോൾ അതെ 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 വരാൻ സാധ്യത. അപ്പൊ അത് ഭയങ്കര ഒരു എന്താ പറയാ റൊമാൻറ്റിക് വരവായിരിക്കും. കാരണം പിന്നൊരു സംഭവം ഉണ്ട്. അതായത് റയലിൽ ഇതേപോലത്തെ ഒരു ഈഗോ ക്ലാഷസ് ഒക്കെ നടക്കുന്ന ക്ലാഷ് അതെ സമയത്ത് ഹോസെ മൗറിനോ വന്നിട്ടാണ് അത് മാറ്റിയത് എന്നുള്ളൊരു മാറ്റിയത് അതെ അതെ സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടെ ഇപ്പൊ റയൽ റയൽ കടന്നു കടന്നു പോകുന്നത് അതെ പോകുന്നത്. അതെ അതെ അപ്പൊ അതേ സമയത്ത് തന്നെ ഇപ്പൊ ഹോസെ മൗറിനോ തിരിച്ചു വരികയാണ്. തിരിച്ചു വരാം. അപ്പോൾ ആ ഒരു എങ്ങനെയായിരിക്കും ഈ റയലിന്റെ ഒരു ചാമ്പ്യൻസ് അതിപ്പോൾ ലീഗിന്റെ ലാസ്റ്റ് മാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റയലിനെ സംബന്ധിച്ച് ഒരു ഗോൾ കീപ്പർ വന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്യുന്നു. റയലിനെ സംബന്ധിച്ചോളം അതെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഏറ്റവും അതെ അതെ പ്ലസ് അതെ പോയിന്റ് അതെ ആയിരിക്കും. അതെ അതെ അതെ. അപ്പോൾ അതും പ്രത്യേകിച്ച് ജോസെ മൗറിഞ്ഞോയുടെ ഒരു ടീമിനെതിരെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ ഇനിയൊരു റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നെക്സ്റ്റ് മാച്ച് വരാൻ പോകുന്നത്. അപ്പോൾ അതിലെന്തായാലും വിജയിക്കുക എന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ചാമ്പ്യൻസ് ലീഗിലെ തലതൊട്ടപ്പന്മാർ എന്ന് പറയപ്പെടുന്ന ആ ഒരു ടീമിന് അപ്പോൾ കഴിഞ്ഞ മാച്ചിലുള്ള ആ ഗോൾ കീപ്പർ അവസാന നിമിഷം അത് 3-2 എന്നുള്ള 4-2 എന്നുള്ള രീതിയിലേക്ക് അത് ജോസെ മൗറിഞ്ഞോയുടെ ആ തന്ത്രം തന്നെയാണ്. അപ്പോൾ പുള്ളി ഗോളി അഡ്വാൻസ് ചെയ്യാതെ അവിടെ നിൽക്കുന്ന സമയത്തും കയറി ചെല്ലാൻ വേണ്ടിയിട്ട് പുള്ളിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് അത് കാരണം കൊണ്ട് തന്നെയാണ് ഗോളിക്ക് അങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ സാധിച്ചതും. റയലിന് അതൊരു എന്താ പറയുക വളരെ ബാക്കിയുള്ള ടീമിനെ വെച്ച് Embarrassing. നോക്കുക എംബാരസിങ് മൊമെൻ്റ് ആണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് തിരിച്ച് നേടാനുള്ള ഒരു അവസരമാണ് ഒരു മെൻ്റലി ഇനിയിപ്പോൾ UCLൽ ഇനി ഫോർവേഡ് ഇനി വരുന്ന മത്സരങ്ങളിൽ നല്ല രീതിയിൽ കളിക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ്. അപ്പോൾ ആ ഒരു റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഈ ബെൻഫിക്ക മാച്ച് റയൽ ജയിക്കുകയാണെങ്കിൽ ഹോസെ മൗറിഞ്ഞോ എന്നുള്ള രീതിയിലാണെങ്കിലും റയലിന് അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആവും. പക്ഷേ മൗറിഞ്ഞോ അവിടെ ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പുള്ളി ഏതൊരു രീതിയിലാണ് ആ ടീമിനെ ഇപ്പോൾ ലാസ്റ്റ് മാച്ചിലുണ്ടായ ടാക്ടിക്സോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ഈ മാച്ചിലേക്ക് പുള്ളി എന്താണ് കൊണ്ടുവരുന്നത് എന്ന് കണ്ടറിയാം. കാരണം പ്ലേയേഴ്സിന് പുള്ളി കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ അത് എങ്ങനെയെങ്കിലും ജയിക്കണം. ഇനിയിപ്പോൾ പന്ത് കൈവശം വെച്ചിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലും മത്സരം You can have the അതെ ball. I just want 3 points എന്ന് പറയുന്നില്ലേ? അത്രേ ഉള്ളൂ. ആ രീതിയിൽ പുള്ളി ഏത് ഒരു രീതിയിലാണെങ്കിലും ആ ഒരു മാച്ച് ജയിക്കണമെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ മെൻറ്റാലിറ്റി ഉണ്ടാവുക. അപ്പോൾ റയലിന് തീർച്ചയായിട്ടും അതൊരു റിവെഞ്ച് മാച്ചാണ്. അത് ജയിച്ചാൽ നല്ല രീതിയിൽ ആ ഒരു മെൻ്റലി ബൂസ്റ്റ് ഉണ്ടാവും. ഈ ആർബലോക്ക് ആണെങ്കിലും ഇൻട്രീം മാനേജർ ആണെങ്കിൽ കൂടി കുറച്ചുകൂടെ ഒരു UCLൽ പോകാൻ പറ്റുകയാണെങ്കിൽ കാരണം റയലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫാൻസ് ആണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ബോർഡാണെങ്കിലും ഒരു ക്വിക്ക് സക്സസ്. കാരണം ഒരുപാട് സമയം അവർ കൊടുക്കില്ല അവർക്ക്. കാരണം അവരുടെ ഒരു ലെഗസി അങ്ങനെയാണ്. ഇപ്പോൾ വരികയാണെങ്കിൽ അതിനുള്ള റിസൾട്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ പോവാം. ഇപ്പോൾ സാബിയുടെ അടുത്ത് വരെ ആ ഒരു രീതിയിലാണെങ്കിൽ ഇപ്പോൾ അർബലോക്ക് ആണെങ്കിലും ആ ഒരു മാച്ച് വളരെ നിർണായകമാണ്. കാരണം ഇത് ഒരു എംബാരസിങ് മൊമെന്റ് എന്ന് പറയുന്നത് തിരിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഈ ഒരു ബെൻഫിക്കയുടെ മാച്ച് ജയിക്കുകയാണെങ്കിൽ പിന്നെ വരാൻ പോകുന്ന സിറ്റി ആയിരിക്കാം. അതെ 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 അപ്പൊ അതിപ്പോ അതിപ്പോ എല്ലാ കൊല്ലം കാലാകാലം വർഷങ്ങളായിട്ട് ഇപ്പോൾ ആ ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുക ഫിക്ചേഴ്സ്. ഞങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റയലായിട്ടുള്ള മാച്ച് ഉറപ്പാണ്. എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും എല്ലാ സീസണിലും ഇപ്പോൾ റയൽ സിറ്റി മാച്ച് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സിറ്റി ആയിട്ടുള്ള ഒരു മാച്ചിലേക്ക് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ റയലിന് എന്തായാലും ആ ഒരു ബെൻഫിക്ക മാച്ചിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പുറത്തെടുത്താലേ മതിയാവും. അപ്പോൾ സിറ്റി എന്തായാലും ഈ വിഷയത്തിൽ വന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതെ അതെ എംബാപ്പെ ഓർ ഹാലൻഡ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് നിൽക്കുകയാണ്. അതെ അപ്പൊ അതിൽ നിങ്ങളുടെ ഒരു
ഒരു അത് ഒപ്പീനിയൻ തരിക. നമുക്ക് ശരിക്കും ഈ ഒരു മെസ്സിയോ റൊണാൾഡോ എന്ന് പറയുന്ന രീതിയിൽ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള കഴിവുകളുള്ള പ്ലെയറാണ്. അതായത് ഹാളണ്ട് ആണെങ്കിൽ കൂടുതൽ ഗോൾ സ്കോറിങ് വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ബോളും സ്കോർ ചെയ്യാൻ സ്കോറിംഗ് റേറ്റ് അത്രയും ഹൈ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അത് എംബാപ്പയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും 50 ഗോൾ ഏറ്റവും വേഗതയിൽ അടിക്കുന്ന ഒരു പ്ലെയറായിട്ട് മാറി. പക്ഷേ ഒരു ഓവറോൾ പെർഫോമൻസ്, അതായത് ഇപ്പോൾ ഒരു ഫുട്ബോളിംഗ് ഐക്യു അല്ലെങ്കിൽ ലിങ്ക് പ്ലേ, അതേപോലെ ബോത്ത് ഫൂട്ട് യൂസ് ചെയ്യുന്ന രീതി. ഇപ്പോൾ എംബാപ്പെ ആണെങ്കിൽ വീക്കർ ഫൂട്ടില്ല, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും പുള്ളി യൂസ് ചെയ്യും. അതേപോലെ ഡ്രിബ്ലിംഗ് നോക്കുകയാണെങ്കിലും എംബാപ്പയാണ് വരുന്നത്. പക്ഷേ ഒരു ഗോൾ സ്കോറിംഗ് എബിലിറ്റി എന്നുള്ള രീതിയിലും ഒരു ട്രൂ ലീഡർ. ഇപ്പോൾ നോർവേനെ പുള്ളി വേൾഡ് കപ്പിലേക്ക് എത്തിച്ചു. എംബാപ്പെ ഫ്രാൻസിന് വേണ്ടി വേൾഡ് കപ്പ് ഓൾറെഡി വിൻ ചെയ്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് പ്ലെയറെ നമുക്ക് രണ്ട് പൊസിഷനിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്യുന്നതിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ആസ് എ ഫേവറേറ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും എനിക്ക് ഇപ്പോൾ ഈ വരുന്ന ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും പിന്നെ അതേപോലെ ബാക്കി ടൂർണമെൻറ്റ്സിൽ FA കപ്പ്, EFL, ഇതിലൊക്കെ സിറ്റിക്ക് അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഹാളണ്ടിൻ്റെ ഇപ്പോൾ ആൻഫീൽഡിലുള്ള ആ ഒരു പ്രഷർ സിറ്റുവേഷൻ മറികടന്ന് ആൻഫീൽഡിൽ സ്കോർ ചെയ്തു, മെൻ്റലി ബൂസ്റ്റായി വന്നു. അപ്പോൾ ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എംബാപ്പയെക്കാട്ടിലും ഒരു ചാൻസ് ഞാൻ കാണുന്നത് ഹാളണ്ടിനാണ്. കാരണം റയൽ മാഡ്രിഡ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ഇപ്പോൾ UCL ഉള്ള സിറ്റുവേഷൻ നമുക്കറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ കുറച്ചുകൂടി ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് യെസ് കൊടുക്കുന്നത് യെസ് ഹാളണ്ടിനാണ്. എനിക്കറിയാം. അതെ അതെ ആൻഡ് ബാഴ്സയുടെ ഇനി ചാമ്പ്യൻസ് ലീഗിലുള്ള പ്രോഗ്രഷൻ നോക്കുമ്പോൾ PSG വരാൻ സാധ്യത ചാൻസ് ഉണ്ട്. ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശേഷം സെമിയിൽ വെച്ച് ആ അതെ ഒരു പോയതാണത്. അപ്പോൾ റഫീൻ ഇഞ്ചൂർഡാന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അതെ അതെ. കുറച്ച് മാച്ചസിന്. അപ്പോൾ എങ്ങനെയായിരിക്കും ബാഴ്സയുടെ ഒരു പ്രോഗ്രഷൻ ഇനി? ബാഴ്സ ഇനി ഈ സീസണിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ്, പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ PSG വേഴ്സ് ബാഴ്സ വരുമ്പോൾ PSG ഈ സീസണിൽ കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ലാസ്റ്റ് സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡംബലെ ആണെങ്കിലും ബാക്കി വിറ്റീഞ്ഞ പോലുള്ള പ്ലേയേഴ്സ് ആണെങ്കിലും ലാസ്റ്റ് സീസണിൽ ആ ഒരു ഫോമിലേക്ക് വരാൻ അവർക്ക് പറ്റിയിട്ടില്ല ആസ് എ ടീം എന്നുള്ള രീതിയിൽ. അപ്പോൾ ബാഴ്സയാണെങ്കിൽ ഇപ്പോൾ ഫ്ലിക്കിൻ്റെ അണ്ടറിലാണെങ്കിലും അവർ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിഗ് സ്റ്റേജിലേക്ക് വരുമ്പോൾ പ്ലേയേഴ്സ് ഇപ്പോൾ ചെറിയ പ്ലേയേഴ്സാണ്, വലിയ ഏജ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് അല്ല എന്നിരുന്നാൽ പോലും അവർ ബിഗ് സ്റ്റേജിൽ വരുമ്പോൾ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഈ ഒരു സീസണിൽ എനിക്ക് കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ബാഴ്സയുടെ ഭാഗത്ത് തോന്നുന്നുണ്ട്. ഇപ്പോൾ PSG ബാഴ്സ മാച്ച് വരികയാണെങ്കിൽ പോലും അതിലൊരു ബാഴ്സയുടെ ഒരു അഡ്വാൻറ്റേജ് ഇഫ് റാഫീഞ്ഞ ഇഞ്ചറി ഫ്രീ ആയിട്ട് തിരിച്ചു വരികയും കൂടിയാണെങ്കിൽ അതേപോലെ ഒരു ചാൻസ് കാണുന്നുണ്ട്. ബാഴ്സക്ക് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് കാണുന്നുണ്ട്. സോ അങ്ങനെയാണ് അപ്പോൾ അതെ അതെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ അതെ വി ഹോപ്പ് ഒരു ബെറ്റർ ടൈറ്റിൽ റേസ് അതെ അതെ നമുക്ക് അതെ അതെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ചാമ്പ്യൻസ് ലീഗിലും രണ്ട് ടീമുകളും നല്ലൊരു പോരാട്ടം തന്നെ കാഴ്ചവെക്കട്ടെ. അതെ അതെ. ഈ ഡിസ്കഷൻ നമുക്ക് ഇവിടെ നടത്താം. ഓക്കെ, താങ്ക് യു സോ മച്ച്.